അജയ് ദേവ്ഗന്റെ റെയ്ഡ് 2 അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇതിന്റെ പാർട്ട് 1ന്റെ ഭയങ്കര ഒരു ഫാൻ ആയിരുന്നു ഞാൻ. അടിപൊളി പടമായിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും ത്രൂ ഔട്ട് ദ പടം ത്രിൽ അടിപ്പിച്ചിട്ട് എടുത്തൊരു സിനിമയായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അജയ് ദേവ്ഗന്റെ ലാസ്റ്റ് 5 പടം എടുത്തു നോക്കുക, അതിൽ അങ്ങേര് എന്താണോ അഭിനയിച്ച് അതന്നെ ഇതിലും അഭിനയിച്ചിട്ടുള്ളൂ. പുതുതായിട്ട് വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. അങ്ങേരുടെ മുഖത്തൊക്കെ ഒരു ചിരി വരുന്നത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പറയാ. എപ്പോഴോ 1-2 ഒക്കെ വരുന്നുണ്ട്. അങ്ങേരെ എല്ലാ പടങ്ങളും ഇപ്പൊ കുറച്ചായി എടുത്തു നോക്കിയാൽ മതി, ഒക്കെ സീക്വൽസ് ആണ്. ഇപ്പൊ സിംഗത്തിന്റെ തന്നെ 3-ാമത്തെ 4-ാമത്തെ ഒരു പാട്ട്, പിന്നെന്ത് സൺ ഓഫ് സർദാർ 2 പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. എല്ലാത്തിലും സെയിം സ്റ്റോറി, സെയിം ഹീറോ, ഒരു ഡിഫറെന്റ് വില്ലൻ, ഒരു ഹൈ സ്കെയിൽ പടം വിത്ത് സം ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലാണ് വെച്ചാൽ 2 ഐറ്റം ഡാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ഇൻകം ടാക്സ് ഓഫീസർ റെയ്ഡ് ചെയ്യാൻ പോണ ഒരു പടത്തിൽ എന്തിനാണ് 2 ഐറ്റം ഡാൻസ് എന്നാണ്. ഒന്ന് തമനയുടെ വക, ഒന്ന് ജാക്വലിന്റെ വക. സോ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഓരോന്ന് കണ്ടുപിടിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈ സെക്കൻഡ് പാർട്ടിൽ. ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങേരുടെ ഭാര്യ ഇലിയാനയായിരുന്നു, ഇതിൽ വന്നിട്ട് വാണി കപൂർ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ആദ്യത്തെ പാർട്ടിലെ ഭാര്യ തട്ടിപ്പോയിട്ട് ഇങ്ങേര് വേറെ പെണ്ണ് കെട്ടിയതാണോ വിചാരിച്ചു. നോക്കുമ്പോ അതൊന്നും അല്ല, അതിന്റെ പേരും മാലിനി, ഇതിന്റെ പേരും മാലിനി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മാലിനി പറഞ്ഞ പേരുള്ള ആളെ വീണ്ടും കിട്ടിയതാണോ എന്ന്. ഇപ്പൊ സാമി സിനിമയിലെ സീക്വൽ ആയിട്ട് സാമി സ്ക്വയർ ഇറക്കിയപ്പോ തൃശയുടെ പകരം ഐശ്വര്യ രാജേഷിന്റെ ഫേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ഇതില്. അതേപോലെ തന്നെ ഇതിൽ വാണി കപൂർ ആണ് ആളുടെ ഭാര്യയായിട്ട്. ഇങ്ങനെ ഒരുവിധം എല്ലാ പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഒരു ഭാര്യ, സെക്കൻഡ് പാർട്ടിൽ വേറൊരു ഭാര്യ, പക്ഷെ രണ്ടുപേരെ പേര് ഒന്നായിരിക്കും. ഇങ്ങനെ ഇതിൽ ഭാര്യയൊക്കെ വിട്ടിട്ട് മറ്റൊരു ഇമോഷണൽ സെന്റിമെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ വിറ്റ്നസ് ആക്കിയിട്ടൊക്കെ മാറ്റുന്നുണ്ട്. അതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര ക്രിസ്പായിട്ടായിരുന്നു പടം പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ അനാവശ്യമായിട്ട് 1-2 പാട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിലേറെ ഒരു വൃത്തികെട്ട രീതിയിലാണ് പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇങ്ങേർക്ക് ഈ പാട്ട് വരുമ്പോൾ മാത്രമേ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വാണി കപൂർ ജസ്റ്റ് 2 പാട്ടിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ റിതേഷ് ദേശ്മുഖാണ്. അങ്ങേര് കിടിലനായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ആദ്യമൊക്കെ അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടീസ്, നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി വേണോ, വേണമെങ്കിൽ അങ്ങേരപ്പം പോയി കടന്നാൽ മതി. ഇത്ര ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പരീക്ഷ എഴുതണ്ട, ഇന്റർവ്യൂവിന് വേണ്ട, ഒന്നും വേണ്ട. 10-100 പേര് അങ്ങനെ ആൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ജോലി വേണമെങ്കിൽ അങ്ങേരപ്പം പോയി കടന്നാൽ മതി. ഇതിൽ ആള് തുടക്കത്തിലൊക്കെ ഭയങ്കര ഒരു വില്ലനീസും കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വൽ ഇങ്ങേരെ കാണുമ്പോൾ പേടി, അതേപോലത്തെ ഇങ്ങേരെ പേടിച്ച് വിറക്കല് കാര്യങ്ങളൊക്കെയാണ് ഇതിലും കാണുന്നത്. ആൻഡ് ഇതിൽ അജയ് ദേവ്ഗന്റെ 1-2 ഡയലോഗ്സ് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പാണ്ഡവരല്ലടാ, ഞാൻ തന്നെയാണ് മഹാഭാരതം എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല, ജസ്റ്റ് ഒരു വാച്ചബിൾ ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ യൂഷ്വലി ഇങ്ങേര് കണ്ടുപിടിക്കുകയായിരിക്കും ഓരോ കാര്യങ്ങൾ. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങേർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മറ്റേ യൂണിവേഴ്സ് അങ്ങേരെ സഹായിക്കുന്ന പോലെയാണ്. എവിടെന്നെങ്കിലും ആൾക്കാർ തെളിവ് കൊണ്ടേ കൊടുക്കും. അതേപോലെ തന്നെ ഭാര്യ ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ട് ഭാര്യ ഓരോരുത്തരെ പോയിട്ട് സിമ്പതൈസ് ചെയ്യിപ്പിച്ചിട്ട് വിറ്റ്നസ് ആക്കി മാറ്റും. പിന്നെ ഫസ്റ്റ് പാർട്ടിലും എന്തെങ്കിലും മറ്റേ സ്വർണ്ണ മഴ പെയ്യുക അല്ലെങ്കിൽ നോട്ട് മഴ പെയ്യുന്നതുണ്ട്. ഇതിലും നോട്ട് മഴ പെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഹിന്ദി മാത്രമല്ല ബ്രസീലിയനും പിന്നെ അറേബ്യൻ ഭാഷയിലും അവൈലബിൾ ആണ്. ഏതാണ് ഇഷ്ടം വെച്ച് സെലക്ട് ചെയ്ത് കണ്ടു നോക്കുക. ഒരു 2 മണിക്കൂർ 17 മിനിറ്റ് ഒക്കെ ഉള്ളൂ. എന്തിന് ഇങ്ങനത്തെ ഒരു പടം ഞാൻ വിചാരിച്ചു ക്വാളിറ്റി സിനിമ ആയിരിക്കും. കാരണം ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറെ സിഗരറ്റ് ഇരുന്ന് വലിക്കുന്നത് നല്ലത് വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ അതിന്റെ അടുത്ത് മോശമാണെന്നല്ല, എനിക്ക് പേഴ്സണലി വർക്കായില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്.